ഇവിടെ നൂറുകണക്കിന് സൈനികർക്ക് ആ പോർമുഖത്ത് വീരമൃത്യു വരിക്കേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ വിജയം ഇന്ത്യൻ ആർമിയുടെ പക്ഷത്ത് തന്നെയായിരുന്നു. ഇന്നത്തെ തലമുറയുടെ ഓർമ്മകളിൽ ഒരുപക്ഷെ ഈ യുദ്ധത്തിലേക്ക് ഇന്ത്യയെ നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചോ ഇതിൽ നിർണായകമായ പങ്കുവഹിച്ച ധീരരായ ആ ഇന്ത്യൻ സൈനികരെ കുറിച്ചോ ഒന്നും കൃത്യമായ ധാരണകൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസം. മഞ്ഞു മൂടിക്കിടന്ന കാർഗിൽ മലനിരകളിൽ ഒരു സമാധാന ദൗത്യത്തിന്റെ മറവിൽ പാകിസ്ഥാൻ എന്ന അയൽരാജ്യം ഇന്ത്യയോട് പ്രവർത്തിച്ച കൊടിയ വഞ്ചനയാണ്. പാകിസ്ഥാനി സൈനികർ ഒരുക്കിയ പത്മവ്യൂഹത്തിലേക്ക് അറിയാതെ നടന്നു കയറിയ ഇന്ത്യൻ പട്രോൾ സംഘത്തിന് അനുഭവിക്കേണ്ടി വന്ന നരകയാതനകളുടെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ നൽകിയ തിരിച്ചടി പാകിസ്ഥാൻ സൈന്യത്തെ തോറ്റ് തുന്നം പാടിച്ചതിന്റെ അത് വല്ലാതെ. ഹിമാലയൻ മലനിരകളിൽ ശ്രീനഗറിൽ നിന്നും 205 കിലോമീറ്ററും ലേയിൽ നിന്ന് 234 കിലോമീറ്ററും അകലെയായി കാർഗിൽ എന്ന ഒരു കുഞ്ഞു പട്ടണമുണ്ട്. കാർഗിൽ എന്ന വാക്ക് രൂപമെടുക്കുന്നത് കോട്ട എന്ന അർത്ഥം വരുന്ന ഖാർ, ഇടം എന്ന അർത്ഥം വരുന്ന ഹിൽ എന്നീ രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ്. കാർഗിൽ എന്ന് വെച്ചാൽ കോട്ടകൾക്കിടയിലുള്ള ഇടം എന്നാണ്. അന്നത്തെ കാലത്ത് പല രാജാക്കന്മാരുടെയും കോട്ടകൾ കാർഗിൽ ചുറ്റും ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു പേര് വന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ കുഞ്ഞു പട്ടണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കാർഗിലിന്റെ പേരിലാണ് 1999 പാകിസ്ഥാന് ബോധമുദിക്കാൻ വേണ്ടി ഇന്ത്യക്ക് 2.5 ലക്ഷത്തോളം ഷെല്ലുകളും ബോംബുകളും റോക്കറ്റുകളും ഒക്കെ LOCക്ക് കുറുകെ കൊടുത്തു വിടേണ്ടി വന്നത്. സൗഹൃദത്തിന്റെ മറവിൽ പാകിസ്ഥാൻ നടത്തിയ ഒരു കൊടും ചതി അന്ന് ഇന്ത്യയെ കൊണ്ട് എത്തിച്ചത് രാജ്യം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധത്തിന്റെ കെടുതികളിലേക്കാണ്. 1999 ഫെബ്രുവരി 20 വാഗാ ബോർഡറിന്റെ ഗേറ്റും താണ്ടി ചാരനിറത്തിലുള്ള ഒരു ലക്ഷറി ബസ് പാകിസ്ഥാന്റെ മുന്നിലേക്ക് കടന്നു വരും. ആ ബസ്സിന് മുകളിൽ സദായ സർഹദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഉറുദുവിൽ ആ വാക്കിന്റെ അർത്ഥം അതിർത്തിയുടെ സ്വരമുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ വാഗാ അതിർത്തി പിന്നിട്ട് പാകിസ്ഥാന് നേരെ കടന്നു ചെന്ന ഒരു സൗഹൃദ സ്വരമായിരുന്നു. ഇന്ത്യ ഏറെ ആത്മാർത്ഥമായി തന്നെ നടത്തിയ ഒരു സമാധാന ശ്രമം. ആ ബസ്സിന്റെ വരവും പ്രതീക്ഷിച്ച് അവിടെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നേരത്തെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിർത്തിയിലെ പാക് മണ്ണിൽ ബസ് ഒന്ന് നിർത്തി അതിന്റെ ഓട്ടോമാറ്റിക് ഡോർ തുറന്നപ്പോൾ ആദ്യം ഇറങ്ങിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. പിന്നാലെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ്. വാജ്പേയിയും നവാസ് ഷെരീഫും തമ്മിൽ ഹസ്തദാനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. ശത്രുതയ്ക്കായി നമ്മൾ ഏറെക്കാലം ചെലവിട്ടില്ലേ, ഇനി സൗഹൃദത്തിനും ഒരു അവസരം കൊടുത്തുകൂടെ എന്നാണ് നവാസ് ഷെരീഫിന്റെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് വാജ്പേയി അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെ പ്രമുഖരോട് ചോദിക്കുന്നു. എവിടെ കണ്ടാലും കീരിയെയും പാമ്പനെയും പോലെ കടിച്ചു കീറാൻ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ സമാധാനം സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതിശയം തോന്നിയ വിദേശ മാധ്യമങ്ങൾ അന്ന് അച്ചു നിരത്തിയത് ഇതാ മഞ്ഞുരുകി തുടങ്ങി എന്നായിരുന്നു. പക്ഷേ അന്ന് ഈ സന്ദർശനത്തിലുടനീളം വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ അസാന്നിധ്യം ഏറെ